ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. മത്തായി 11-ന്റെ 22 മുതൽ 24 വരെ. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നീയോ കപർന്നഭൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളം വരെ താണുപോകും. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോതോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്നുവരെ നിലനിൽക്കുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോതോമ്യരുടെ നാട്ടിന് സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇത്രത്തോളം സൗകര്യം ലഭിക്കാതിരുന്ന സോരിനും സീദോനും താരതമ്യേന ലഘുവായ ശിക്ഷയായിരിക്കും ലഭിക്കുക എന്ന് ലൂക്കോസ് 12-ാം അധ്യായത്തിൻ്റെ 47-48 വാക്യങ്ങളിലൊക്കെ ഉണ്ട്. അതിനാൽ ശിക്ഷയ്ക്കും ഏറ്റക്കുറച്ചിൽ ഉണ്ടായിരിക്കുമെന്ന് വ്യക്തമാകുന്നു. അടുത്തതായി ശാസിക്കപ്പെടുന്നത് കപർന്നഹൂമാണ്. ഇതിനെ കർത്താവിൻ്റെ സ്വന്തം പട്ടണമെന്ന് വിശേഷിപ്പിക്കാം. മത്തായി 9-ാം അധ്യായത്തിൽ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. സ്വർഗത്തിലെ കർത്താവ് അവരുടെ മധ്യത്തിലായിരിക്കുന്നു. അവളെ സ്വർഗത്തോളം ഉയർത്തിയിരിക്കുന്നു. എന്നാൽ അവൾ പാതാളം വരെ താണുപോകും. ആത്മാവ് വിട്ടുപിരിയുന്ന ശരീരത്തിൻ്റെ ഒരു ശോച്യാവസ്ഥയിലേക്ക് അത് താണുപോകുമെന്നാണ് അർത്ഥം. കാരണം കപർന്നഹൂമിൽ നടന്ന വീര്യപ്രവർത്തികൾ സോതോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്നു വരെ നിലനിൽക്കുമായിരുന്നു എന്ന് കർത്താവ് സൂചിപ്പിക്കുന്നു. കാരണം കർത്താവിൻ്റെ ഗലീലിയൻ മിനിസ്ട്രിയിൽ കപർന്നഹൂമിൻ്റെ സ്ഥാനം വളരെ വലുതായിരുന്നു. അവിടെ അനേക സന്ദർഭങ്ങളിൽ ആ ഭവനം കേന്ദ്രീകരിച്ച് കർത്താവ് നടത്തിയ രോഗശാന്തി ശുശ്രൂഷകളും വചന പ്രഘോഷണവും വളരെ വ്യക്തമായി പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വീര്യപ്രവർത്തികളുടെ സാക്ഷ്യ കൂടാരമായി നിൽക്കുന്ന കപർന്നഹൂം ഇത്രയൊക്കെ കേട്ടിട്ടും സോതോമിനെ പോലെയോ അല്ലെങ്കിൽ സീദോനെ പോലെയോ ഉള്ള താരതമ്യത്തിൽ അതിനേക്കാട്ടിലും വലിയ ശിക്ഷാവിധിയിലേക്ക് വീണുപോകാൻ സാധ്യതയുണ്ട് എന്ന് കർത്താവ് പറയുമ്പോൾ അറിയാത്തവരെക്കാൾ അറിഞ്ഞവർക്ക് കൂടുതൽ ന്യായവിധി വരും എന്നതാണ് അതിൻ്റെ അർത്ഥം. പഴയ നിയമത്തിൽ ശീലോവിനുള്ള സ്ഥാനം ഇതിന് ഒരളവിലുണ്ടായിരുന്നു. അവിടെയാണ് ഒരു കാലത്ത് യഹോവ തൻ്റെ നാമം സ്ഥാപിച്ചത്. യിരെമ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിലൊക്കെ നമുക്ക് വായിക്കാം. ഇസ്രായേലിന് മന്ന മരുഭൂമിയിൽ ദൈനംദിനം ലഭിച്ചതുപോലെ കപർന്നഹൂമിലുള്ളവർക്ക് കർത്താവിൻ്റെ വീര്യപ്രവൃത്തികൾ ദിനംതോറും കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. അത് അനുഭവിച്ചു. എങ്കിലും അവരത് നിരസിച്ചു. അവർ വെറും കാഴ്ചക്കാരായി മാത്രം നിന്നു. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് ഒരു പക്ഷെങ്കിൽ ഒരു യാഥാർത്ഥ്യമാവാം. നമുക്ക് നേരെ നമ്മുടെ വിരൽ ചൂണ്ടപ്പെടുന്നതാണ് ഈ ഭാഗം വായിക്കുമ്പോൾ. നമ്മൾ സാക്ഷികളാണ്, കണ്ടവരും കേട്ടവരുമാണ്. എന്നാൽ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയവരാണ്. അതുകൊണ്ട് കപർന്നഹൂമിനെ സോതോമിനേക്കാൾ കഠിനമായി ശിക്ഷിക്കും എന്ന ഒരു സൂചന കർത്താവ് നൽകുന്നു. നമുക്ക് ലഭിച്ച ദൈവിക പ്രമാണങ്ങളും ദൈവവചനവും ഗണ്യമാക്കാതെ പോയാൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ നേരിടേണ്ടി വരും എന്നത് കർത്താവ് നൽകുന്ന സൂചനയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുങ്ങിയിരിക്കാം, നമ്മളെ തന്നെ ശുദ്ധീകരിക്കാം, ദൈവവചനം സ്വീകരിക്കാം. പ്രാവർത്തിക മണ്ഡലത്തിൽ അത് മറ്റുള്ളവരുടെ മുൻപാകെ ഒരു സാക്ഷ്യമാക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട ദൈവമേ, മനോഹരമായ പുതിയ പ്രഭാതം ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായി സ്തോത്രം. പകലിൻ്റെ നന്മകളിൽ അടിയങ്ങളെ വഴി നടത്തണമേ. ചെറുതും വലുതുമായ ആവശ്യങ്ങളെ കർത്താവ് അറിയണമേ. അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. യേശു മശീഹയുടെ നാമത്തിൽ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ആലോചനയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
ആമേൻ.